ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, ഞാൻ ഈ പ്രാവശ്യം ഉണ്ടാക്കുന്ന വളതാണ് കേട്ടോ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മറ്റേ സ്ലറി ഉണ്ടാക്കിയപ്പോൾ ഈച്ചയുടെ ശല്യം ഭയങ്കര കൂടുതലായിരുന്നേ. അപ്പോൾ വലിയ കമ്പോസ്റ്റ് ഇത് വിന്ന് വെച്ചിട്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയത് കണ്ടോ, ഞാൻ ജിമ്മിൽ എൻ്റെ പ്രോട്ടീൻ പൗഡറൊക്കെ കഴിക്കുന്ന ബോട്ടിൽ കളയാതെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോരുവേ. എൻ്റെ കൂട്ടുകാർ ഉപയോഗിക്കുന്ന ബോട്ടിലൊക്കെ ഇങ്ങനെ മേടിച്ചുകൊണ്ട് പോരും. അതിനകത്ത് ഒരു നോക്കി ഇത് കണ്ടോ, ഞാൻ നമ്മുടെ പഴത്തൊലിയും ഒക്കെ ഇതിപ്പോൾ നല്ല റെഡിയായിരിക്കുകയാണ്, ഒഴിക്കാൻ റെഡിയായിരിക്കുന്ന സാധനമാണേ. പിന്നെ എല്ലാ പച്ചക്കറി വേസ്റ്റും എന്നിട്ട് നമ്മുടെ പച്ചക്കറി വേസ്റ്റ് എല്ലാം ഇടും. എന്നിട്ട് ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങോട്ട് നോക്കി, ഒരു മണവും ഇല്ല. ഇത് അടച്ച് മൊത്തം അങ്ങനെ ടൈറ്റായിട്ട് വെക്കത്തില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കും. അപ്പോൾ അതുകൊണ്ട് ഈച്ചയൊന്നും വരത്തില്ല. പിന്നെ ഇതിനകത്ത് ശർക്കര ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളമൊക്കെ മിച്ചം വരത്തില്ല, അതും ഒഴിക്കും. പിന്നെ കഞ്ഞിവെള്ളം കുറവാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് നമ്മൾ സ്ലറി ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ പഴക്കം അനുസരിച്ച് ഇപ്പം നമ്മൾ ഇതിപ്പം കുറച്ച് ദിവസമായതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് നന്നായിട്ട് വെള്ളം മിക്സ് ചെയ്യും കേട്ടോ. നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു ലിറ്റർ ഉണ്ടെങ്കിൽ ഞാനൊരു 9 ലിറ്റർ വെള്ളം ചേർക്കും, എന്നിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുണ്ടോ, നമ്മുടെ കാന്താരിയൊക്കെ നിൽക്കുന്നുണ്ടോ, ഇങ്ങോട്ട് നോക്കി അറച്ച് നിൽക്കുകയാണേ. അപ്പോൾ ഇത് ഞാൻ നാട്ടിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ നിർത്തിയേക്കുന്നതാണ്. ഇതുണ്ടോ, ഇനി അതിനുവേണ്ടി ഇടയ്ക്ക് പഴുക്കുന്നുണ്ട്. പഴുക്കുന്ന നമ്മൾ പറിച്ചെടുക്കും. ഇതുണ്ടോ പഴുത്തത്.